നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മൂത്ത സഹോദരി ആൻസി ഷിബു ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും, അത് കല്യാണപ്രായമായ കുട്ടികളിലുള്ള എല്ലാ മാതാപിതാക്കളുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആകുലതയാകാം, കുട്ടികൾ ആരെയായിരിക്കും പുതിയ ഒരു ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നത്. സ്വന്തം സമുദായത്തിലുള്ളവരെ തിരഞ്ഞെടുക്കുവോ, അല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ളവരെ തിരഞ്ഞെടുക്കുവോ, അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള തിരഞ്ഞെടുപ്പായിരിക്കും നടത്തുന്നത്, ആരെയായിരിക്കും അവർ ജീവിത സഖിയായി, സ്വന്തം സഹചാരിയായി സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ആൻസി ഷിബുവിൻ്റെ മകള് സാന്ദ്ര ഷിബുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വളരെ സന്തോഷവതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സന്തോഷപരമായ ഒരു കല്യാണം നടത്തിക്കൊടുക്കാൻ, ഒരു വിവാഹം നടത്തിക്കൊടുക്കാൻ അവർക്ക് സാധിച്ചു, അതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ ഈ ആൻസി ഷിബുവിൻ്റെ, അതായത് എൻ്റെ ചേച്ചിയുടെ മുഖത്ത് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അവസരമായിരിക്കുന്ന ഒരു പേരൻസിനെയാണ് കാണിക്കുന്നത്. ഒറ്റ മോളുണ്ടായിരുന്ന ഒരപ്പൻ മോളെ കെട്ടിച്ചു വിട്ടതിന്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയുടെ സന്തോഷം കൊണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശിവചേട്ടാ, മോളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുള്ള ശിവചേട്ടന്റെ ഫീലിങ്സ് ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ഇനിയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ധാരാളം പേരൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു സ്വന്തം സമുദായത്തിലുള്ള, സ്വന്തം ലാംഗ്വേജിലുള്ള പെണ്ണിനെ കെട്ടിക്കുവാന് കാശ് ചോദിക്കുന്നതിന് പെണ്ണിനെ കൊടുക്കരുത്. പിന്നെ അപ്പൊ അറിയാലോ, ഇപ്പൊ പല രീതിയിലുള്ള പല രീതിയിലുള്ള കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം സമുദായത്തിലുള്ളത്, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുക്കനെ കിട്ടി അവനെ എപ്പിച്ചതിലുള്ള ഫീലിങ്സ് ഒന്ന് പറഞ്ഞേ. പൂർണ്ണ സന്തോഷവാനാണ്. ഇനിയുള്ള ജീവിതം അവരുടെ കയ്യിലാണ്. നിലവിൽ നമ്മൾ ഹാപ്പി, അവരും ഹാപ്പി. പിന്നെ അങ്ങനെ ജീവിച്ചു പോട്ടെ. ദൈവത്തെ വിളിച്ച് ഞങ്ങൾക്ക് ഏതായാലും ശിവചേട്ടന്റെ മുഖത്ത് അതിനുള്ള സന്തോഷം എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻസി ചേച്ചിയോട്, ശിവചേട്ടൻ്റെത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി ആൻസമ്മ ചേച്ചിയുടെ ഉള്ള അഭിപ്രായം കൂടെ നമുക്കറിയാം. അപ്പോൾ ആൻസി ചേച്ചി ഒരു കാത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർന്ന് ആണ് ആൻസി ചേച്ചി. ഇപ്പം ആൻസി ചേച്ചി ആ സെയിം സമുദായത്തിലുള്ള ഒരു കുട്ടീനെ കൊണ്ടാണ് മോളെ കെട്ടിച്ചിരിക്കുന്നത്. അതിലുള്ള സന്തോഷവും അതിനുള്ള ഫീലിങ്സ് ഒന്ന് പറയും, ഞങ്ങളുമായി ഷെയർ ചെയ്യാവോ? എന്തുവാ, കത്തോലിക്ക കുടുംബം ഓർത്തഡോക്സ് അല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പയ്യനെയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. ഏത് സഭയാണെന്നുള്ളതല്ല, ദൈവവിശ്വാസി, ഒരു നല്ല പയ്യൻ, നല്ലൊരു ജോലിയുള്ളത്, വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുക്കൻ, മാതാപിതാക്കളോട് ചേർന്ന് കുടുംബത്തോട് ചേർന്ന് പോകുന്ന അങ്ങനൊരു പയ്യനെ കിട്ടിയ ഒത്തിരി സന്തോഷം. അപ്പൊ അതിന്റെ ആ സന്തോഷം ഞങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് ഞങ്ങൾക്ക് പ്രകാശിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കല്യാണമൊക്കെ ആലോചിക്കുന്ന പെൺകുട്ടികളുള്ള കാരണന്മാർ പേരൻസിനോട് പറയാനുള്ളത്, ഇപ്പം മതസൗഹാർദ്ദം എന്നൊക്കെ യുക്തി വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ നല്ലതായിരിക്കാം. ഇനി കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കുന്ന പെൺകുട്ടികളുടെ പേരൻസിനോട് പറയാനുള്ളത്, പിള്ളേരുടെ ആഗ്രഹങ്ങളാണ് എപ്പോഴും നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത്, അവരുടെ സന്തോഷത്തിൽ നിൽക്കണം. അതേസമയം അവരൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പ്രാപ്തരാകുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഉപദേശം, നമ്മൾ എങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ അവരെ ചേർന്ന് നിൽക്കുന്ന, അവരുടെ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്നൊരു തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ സ്ത്രീധനം ഇതിനെതിരാണ് ഞാനും. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ത്രീയാണ് ധനം. നമ്മുടെ മക്കളെ ഇത്ര പഠിപ്പിച്ചു, ജോലിയാക്കി കൊടുത്തു. ഒരിക്കലും സ്ത്രീധനം എന്നൊരു സാധനം ഇല്ല. പൈസ ചോദിക്കുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പം നിങ്ങളെപ്പോഴും, നിങ്ങൾക്ക് ഒറ്റ മോളാണെന്ന് നമുക്കറിയാം, അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു ഷെയർ നിങ്ങളുടെ മോൾക്കായിട്ട് ഉള്ളതായിരിക്കും അല്ലേ? അതെ, അങ്ങനെയാണ്. പക്ഷെ പേരൻസ് അന്നേരം ആ സമയത്ത് ചെറുക്കൻ്റെ കയ്യിലോ അല്ല പയ്യന്റെ കയ്യിലോ, പയ്യന്റെ പേരൻസിന്റെ കയ്യിലോ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന ഷെയർ അവരുടെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ആഘോഷം പൊടിപിടിക്കാനുള്ള പൈസയല്ല നമ്മൾ കൊടുക്കുന്നത്. സോ അത് അവർക്ക് അവരുടെ നീഡഡ് സമയമാകുമ്പോൾ അവരെ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യണം. അതിനുമായിട്ട് ഞാൻ വളരെയധികം യോജിക്കുന്നു.